അടിമാലി മണ്ണിടിച്ചിലിൽ കാല് നഷ്ടപ്പെട്ട സന്ധ്യയെ ആശുപത്രിയിലെത്തി കണ്ട നടൻ മമ്മൂട്ടി. വീടും സ്ഥലവും നൽകുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാമെന്ന് മമ്മൂട്ടി സന്ധ്യയ്ക്ക് ഉറപ്പു നൽകി. മമ്മൂട്ടിയുടെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കെയർ ആൻഡ് ഷെയറും രാജഗിരി ആശുപത്രിയും ചേർന്ന് പൂർണ്ണമായും സൗജന്യമായാണ് സന്ധ്യയ്ക്ക് ചികിത്സയും കൃത്രിമക്കാലും നൽകിയത്. കുഴപ്പമില്ല, പയ്യെ നടക്കാറാവണം. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് സംശയിച്ച സന്ധ്യയോട് മമ്മൂട്ടിയുടെ സ്നേഹാന്വേഷണം. ഇപ്പോൾ എങ്ങനെയുണ്ട്? നീറുന്ന മുറിവുകൾ സമ്മാനിച്ച മണ്ണിടിച്ചിലിന്റെ വേദനയെ അല്പനേരത്തേക്കെങ്കിലും മറന്ന് കൃത്രിമക്കാലിൽ എഴുന്നേറ്റുനിന്ന് സന്ധ്യ പറഞ്ഞു. നടന്നു തുടങ്ങി. ആ മനസ്സിലെ നീറ്റൽ തിരിച്ചറിഞ്ഞ് മമ്മൂട്ടി പറഞ്ഞു, ഇനി വീടിന്റെയും സ്ഥലത്തിന്റെയും കാര്യമല്ലേ, അതും നടക്കും, ഉറപ്പ്. സന്ധ്യയുടെ മുഖത്ത് ആശ്വാസത്തിന്റെ തെളിച്ചം. കൃത്രിമക്കാൽ വെച്ചതിനു ശേഷം ഡോക്ടറെ കാണാൻ രാജഗിരിയിലെത്തിയതായിരുന്നു സന്ധ്യ. ഇതിനിടയിൽ മമ്മൂട്ടിയെ നേരിൽ കാണണം എന്നുള്ള ആഗ്രഹം അറിയിച്ചു. വിവരമറിഞ്ഞ മമ്മൂട്ടി സന്ധ്യയെ കാണാനെത്തി. കൈനിറയെ സമ്മാനങ്ങളും നൽകി. സ്ഥലവും വീടും നൽകുന്നതിനുള്ള നടപടികൾ ഉടനെടുക്കാമെന്ന് മമ്മൂട്ടിയുടെ ഉറപ്പ്. മമ്മൂക്കയുടെ ഹെൽപ്പും സഹായവും എല്ലാവിധവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാല് ലിംബ് ഫിറ്റ് ചെയ്യുന്നതിനാണേലും അദ്ദേഹത്തിൻ്റെ സഹായം ഹെൽപ്പും നമുക്ക് വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ വീടിൻ്റെ കാര്യവും സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. അടിമാലി മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ അപകടത്തിലാണ് സന്ധ്യയ്ക്ക് കാല് നഷ്ടപ്പെടുന്നത്. തുടർന്ന് രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ വീഡിയോ കോളിൽ സന്ധ്യയുമായി മമ്മൂട്ടി സംസാരിച്ചു. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കി കൃത്രിമക്കാൽ വെക്കുന്നതിനു വേണ്ട സഹായം നൽകാൻ കെയർ ആൻഡ് ഷെയറിന് മമ്മൂട്ടി നിർദ്ദേശം നൽകുകയായിരുന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.